അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى مشايخنا وعلى والدينا. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ പകുതിയും കഴിഞ്ഞു. 16ഉം 17ഉം ഒക്കെയായി. പരിശുദ്ധ ബദർ ദിനമാണ് 17-ന്. വിദേശങ്ങളിൽ ഇന്നാണ് ബദർ ദിനം, നാട്ടിൽ നാളെയും. ഒരു വിശ്വാസിക്ക് മറക്കാൻ പറ്റാത്ത പരിശുദ്ധ ഖുർആനിൽ യൗമുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ദിവസമാണ് ബദർ ദിനം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് ആ ദിവസത്തെ സ്മരിക്കാതെ അയവിറക്കാതെ കടന്നു പോകാൻ കഴിയില്ല. യുദ്ധങ്ങളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടും കലങ്ങി മറിഞ്ഞ ഇക്കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് ബദർ ചിന്തകൾ. മാനസികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ശാരീരികമായും ഒട്ടനവധി വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് തീർച്ചയായും ഒരുപാട് പാഠങ്ങൾ ബദർ ദിന ചിന്തകളിൽ നിന്നും ലഭിക്കും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ദിനം ഉണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ എന്താ? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിട്ടും ബദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പേഴ്സണലായും കുടുംബപരമായും മുസ്ലിം ഉമ്മത്തിന് മൊത്തമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വേദനകളുണ്ട്, പല രോഗങ്ങളുമുണ്ട്, പല ബുദ്ധിമുട്ടുകളുമുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളെ വിവാഹം ചെയ്തേക്കാൻ കഴിയാത്തവരുണ്ട്, രോഗികളുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും വിജയവും നേടിയെടുക്കാൻ പറ്റിയ സന്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു തരുന്നത്. വലഖദ് നസ്വറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. വഅൻതും അദില്ല. എന്താ അൻതും അദില്ല? ഒന്നുമില്ലാത്തവര്, ആയുധങ്ങളില്ല, സഹായിക്കാൻ ആരുമില്ല, ധനമില്ല, എല്ലാ അർത്ഥത്തിലും നിരാലംബർ. പക്ഷേ എന്നിട്ടും അവർ വിജയിച്ചു. വലഖദ് നസറകും അല്ലാഹു നിങ്ങളെ സഹായിച്ചു ബിബദരിൻ, ബദറിൽ വെച്ച്. എങ്ങനെ? വഅൻതും അദില്ല, നിങ്ങൾ ഒന്നുമല്ലാത്ത ഒരു സമയത്ത്, അഥവാ നിങ്ങൾക്ക് ഭൗതികമായ കഴിവുകളോ ശേഷികളോ ഇല്ലാതെ ഒരു സമയത്ത് നിങ്ങൾ അല്ലാഹു സഹായിച്ചു. ശത്രുലോകം എന്നും പേടിയോടെ ഓർക്കുന്ന ദിനമായി ആ ദിനം മാറിയതും അതുകൊണ്ടാണ്. മുസ്ലിങ്ങൾക്ക് എന്നും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ദിനമായി, അല്ലെങ്കിൽ യൗമുൽ ഫുർഖാനായി ആ ദിവസം മാറി. എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹ്ബിഹി വസല്ലമയും സ്വഹാബത്തും വലിയ ഒരു സൈന്യത്തിന്റെ മുന്നിൽ വിജയിക്കാനുണ്ടായ സുപ്രധാന കാരണം അത് സ്വഹാബത്തിന്റെ ഐക്യവും ഒരുമയും അടിയുറച്ച ഈമാനും ആത്മാർത്ഥതയും അള്ളാഹുവിലുള്ള ദിക്റുകളും തങ്ങളുടെ നേതാവിന് വേണ്ടി അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ അർപ്പിക്കാനുള്ള സന്നദ്ധതയും, അതിലെല്ലാം ഉപരി അവരുടെ ദുആയുമായിരുന്നു, ദിക്ർ ദുആകളുമായിരുന്നു. ആ രംഗം മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല ഹദ്ദസനി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നോട് ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബദർ കഥ. ലമ്മാ കാന യൗമു ബദരിൻ, ബദർ ദിനമായപ്പോൾ, ബദറിന്റെ സന്ദർഭത്തിൽ, നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ സ്വഹ്ബിഹി വസല്ലമ ഇലൽ മുശ്രിക്കീന വഹും അൽഫ്. തങ്ങൾക്കെതിരെ സംഘടിച്ച മുശ്രിക്കീങ്ങളെ കണ്ടപ്പോൾ അവർ വലിയ സൈന്യമാണ്, 1000-ൽ പരം ആളുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അവരുടെ അടുത്ത് അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആയുധങ്ങളുണ്ട്. പിന്നെ വഅസ്ഹാബു സലാസുമിഅത്തിൻ
വതിസ്അത റജുൽ. നബിതങ്ങളൊപ്പമുള്ള സ്വഹാബത്തോ ആയുധങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത വെറും 300 ചില്ലാനം ആളുകൾ. എന്താ നബിതങ്ങൾ ചെയ്തത്? പിന്തിരിഞ്ഞു പോവുകയാണോ? അല്ല, മറിച്ച് ഫസ്തഖ്ബല നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അൽ ഖിബ്ലത, നബി തങ്ങൾ ഖിബിലയിലേക്ക് മുന്നിട്ടു ഇരുന്നു. അപ്പൊ ആദ്യം എന്താ പഠിക്കുന്നത്? ദുആ ചെയ്യുന്ന സമയത്തുള്ള ആദാബുകളാണ് അതൊക്കെ. സുമ്മ മദ്ദ യദൈഹി, എന്നിട്ട് കൈ അള്ളാഹുവിലേക്ക് ഉയർത്തി അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, നീ എന്നോട് കരാർ ചെയ്ത, വാഗ്ദത്തം ചെയ്ത സഹായങ്ങൾ എനിക്കിപ്പോൾ വേണം. ഈ കാണുന്ന കൊച്ചു സ്വഹാബത്ത്, വളരെ ചുരുക്കം വരുന്ന ഈ സ്വഹാബത്തെങ്ങാനും ഈ യുദ്ധത്തിൽ മരണപ്പെടുകയോ ഷഹീദാവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ നിന്റെ ഈ ഭൂമിയിൽ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാനോ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനോ ആരും ഉണ്ടാവുകയില്ല അല്ലാഹ്. അതുകൊണ്ട് നീ ഞങ്ങളെ വിജയിപ്പിക്കണം, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. വല്ലാത്തൊരു ദുആയാണത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅൻസലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആയത്തിറക്കി. ദുആ അങ്ങോട്ട് ചെന്നപ്പോൾ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടിയപ്പോൾ അള്ളാഹു ഇതാ നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. എന്ത്? അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, നിങ്ങളെ 1000-ഓളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചു തരാമെന്ന്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആലോചിച്ചു നോക്കൂ, എത്ര വലിയ സഹായമാണിത്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നുമുണ്ട്. അവന് മരണമില്ല, അവൻ എന്നുമുള്ളവനാണ്. അവന് നമ്മെ സഹായിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അതിന് സമയം കണ്ടെത്തുന്നവർ എത്ര പേരുണ്ട്? നാം ആലോചിക്കുക. നാം മൊബൈലിൽ തോണ്ടിക്കൊണ്ട് യുദ്ധവിവരങ്ങളും അതുപോലെ ആരൊക്കെ നടത്തുന്ന ആവശ്യമില്ലാത്ത വിലയിരുത്തലുകളുമൊക്കെ കേട്ട് നമ്മുടെ സമയം കളയുന്ന അത്ര നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ? നാം മൊബൈലിലും ടിവിയിലും സമയം ചെലവഴിക്കുന്ന അത്ര അള്ളാഹുവിന് ദിക്ർ ചെല്ലാനും ദുആ ചെയ്യാനും നാം ഉപയോഗിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകം തയ്യാറെടുപ്പ് നടത്തി ദുആ ചെയ്തെങ്കിൽ നമ്മൾ ആ സുന്നത്ത് പാലിച്ചോ? ഈ യുദ്ധവേളയിൽ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക, നമ്മൾ എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് സ്വഹാബത്തിന്റെ അത്ര തന്നെ വിശ്വാസങ്ങളും അത്ര ശക്തിയുള്ള വിശ്വാസവും ആത്മാർത്ഥയും ഒന്നും നമുക്കൊരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും അവയെല്ലാം പരമാവധി കാത്തു സൂക്ഷിച്ച് ചോദിച്ചാൽ അള്ളാഹു തട്ടുകയില്ല. കാരണം എന്താ? ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലൈസ ഷൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ, അള്ളാഹ്ക്ക് ഏറ്റവും ആദരവുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള കാര്യം എന്താ? അത് അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. മാഷാ അല്ലാഹ്. ആ ദുആ സ്വീകരിക്കാതിരിക്കില്ല. ഇതാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയമായ ഇത്തിരി കർമ്മവും ഒത്തിരി കൂലിയും എന്ന് പറയുന്ന ആശയം. ദുആ, അതിനൊരു പരവുമില്ല. അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടി ദുആ ചെയ്യുക, അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയുക. അതോടൊപ്പം ബദരീങ്ങളുമായുള്ള ഒരു ആത്മീയ ബന്ധം നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ഉണ്ടാക്കിയെടുക്കുക. നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മുടെ മക്കൾ പോലും ഇന്ന് മയക്കുമരുന്നിന്റെയും അശ്ലീലങ്ങളുടെയും അടിമകളാണ്, മൊബൈലിന്റെ അടിമകളാണ്. അതുപോലെ അന്യ പെൺകുട്ടികളായിട്ടും അന്യ ആൺകുട്ടികളുമായി ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. ഹറാമായ അള്ളാഹു പൊരുത്തപ്പെടാത്ത ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്, അല്ലേ? അതുകൊണ്ട് അവരെ ആത്മീയ ചട്ടക്കൂടിൽ സംരക്ഷിക്കാതിരുന്നാൽ കാര്യം നമ്മുടെ പിടിയിൽ നിന്ന് വിട്ടുപോകും. പിന്നീട് ഖേദിച്ചിട്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. ലക്ഷങ്ങൾ മുടക്കി അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാമുഖ്യം നൽകുന്ന നാം അവരുടെ ആത്മീയ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ സൽ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി, നാളെ ആഖിറത്തിൽ അവർ നമുക്ക് ഭാരമാവാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും, ഞാനടക്കമുള്ള ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തു എന്ന് എല്ലാവരും ആലോചിക്കുക.
ഇതിനായിരുന്നു പണ്ടു മുതലേ ബദർ ദിനം ആചരിച്ചു വരുന്നത്. പല ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നത്. നമ്മുടെ രക്തങ്ങളിൽ ഒരല്പമെങ്കിലും ആത്മീയതയും ദീനിനോടുള്ള കൂറും സ്പിരിറ്റും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആദരണീയരായ ഉമ്മമാരും ഉസ്താദുമാരും, അവർക്ക് അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. ആ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരും, മരണപ്പെട്ട ഉസ്താദുമാരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അവര് പറഞ്ഞു തന്ന ബദർ ചരിത്രങ്ങളിൽ നിന്നും ഉഹദ് ചരിത്രങ്ങളിൽ നിന്നും മറ്റും നേടിയ ആവേശവും ഊർജവുമാണ് നമുക്ക് ആത്മീയത ഉണ്ടാക്കി തന്നിരുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും പേടിച്ചിരുന്നത് ഓരോ കാലഘട്ടത്തിലെയും പ്രതീകാത്മകമായ ബദറുകളെയായിരുന്നു. ഇന്ന് നമുക്കിടയിൽ നിന്ന് തന്നെ അതൊക്കെ ശിർക്കും കുഫറുമാക്കി ചിത്രീകരിച്ചു. സത്യത്തിൽ മുസ്ലിമീങ്ങളെ ഈ ആത്മീയ ഊർജങ്ങളിൽ നിന്നും അകറ്റാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിട്ട നവീന ചിന്തകളായിരുന്നു അവയൊക്കെ. പക്ഷേ അത് ചിന്തിക്കാനോ തിരിച്ചറിയാനോ നമ്മുടെ സഹോദരങ്ങൾക്ക് സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അത്തരം നവീന ചിന്തകൾ പടച്ചുവിടുന്നതിലൂടെ സയനിസ്റ്റുകളും പാശ്ചാത്യരും ലക്ഷ്യം വെച്ചത് മുസ്ലിം ഉമ്മത്തിനെ ശിഥിലമാക്കുക എന്നതായിരുന്നു. വിവിധ പാർട്ടികളും ഗ്രൂപ്പുകളുമാക്കി ഭിന്നിപ്പിക്കുക, പരസ്പരം കാഫിറാക്കുക, പരസ്പരം ഷിർക്കാരോപിക്കുക, പരസ്പരം ബിദ്അത്ത് ആരോപിക്കുക. സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകാരനല്ല എങ്കിൽ അവൻ കൊല്ലപ്പെട്ടാലും, അവൻ ഷഹീദായാലും, അവന് പരിക്ക് പറ്റിയാലും അതിലെല്ലാം സന്തോഷിക്കുന്ന ഒരു ചിന്താഗതി നമ്മിൽ വല്ലാതെ വളർന്നു വന്നിരിക്കുന്നു. ഐക്യപ്പെടാവുന്നിടത്ത് പോലും ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. പരസ്പരം സലാം പറയാൻ പോലും മടിയാണ് ഇന്ന് നമുക്ക്. ഒന്ന് പരിശുദ്ധ സുന്നത്തനുസരിച്ച് പരസ്പരം മുസാഫഹത്ത് ചെയ്യാനും പുഞ്ചിരിക്കാനും നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ബലഹീനരായി നമ്മോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ പ്രതാപവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് മുന്നറിയിപ്പ് നൽകിയത്, വലാ തനാസഉ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ തർക്കാവിതർക്കങ്ങൾ നടത്തി ഭിന്നിക്കരുത്. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, അങ്ങനെ നിങ്ങൾ ഭിന്നിച്ചാൽ, തർക്കിച്ച് ഭിന്നിച്ചാൽ നിങ്ങളുടെ ധൈര്യവും ശക്തിയും ഐക്യവും നശിച്ചു പോകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും, സൂക്ഷിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. ശിർക്കാരോപണങ്ങളെ കൊണ്ടും കാഫിറാക്കലുകളെ കൊണ്ടും തർക്കങ്ങളെ കൊണ്ടും ഭിന്നതകളെ കൊണ്ടും സമുദായം ഇന്ന് വീർപ്പുമുട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ ഐക്യവും സാഹോദര്യവും നൽകട്ടെ. ചുരുക്കത്തിൽ ബദർ ദിനം പോലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കാനും കൂടിയിരുന്ന് വായിക്കാനും കേൾക്കാനും നാം സാഹചര്യങ്ങൾ ഒരുക്കണം. പള്ളികളിൽ വെറും 1-2 ഹദീസ് പാരായണം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിസ്റ്റം ഒഴിവാക്കി അതോടൊപ്പം ബദർ ചരിത്രം പറഞ്ഞു കൊടുക്കാനും, മൗലിദ് വേണം കേട്ടോ, മൗലിദിനെ തള്ളി പറയാമെന്നല്ല, മൗലിദ് വേണം, അതോടൊപ്പം ബദർ ചരിത്രം പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഉസ്താദുമാര് സമയം കണ്ടെത്തണം. മഹാന്മാരുമായുള്ള ബന്ധമാണ് മനുഷ്യനെ ആത്മീയമായി വളർത്തുക, മനുഷ്യനെ ആത്മീയ ചിന്തയുണ്ടാക്കുക, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. എത്ര ചരിത്രങ്ങൾ ബദറിൽ നിന്ന് പഠിക്കാനുണ്ട്. മക്കളെ ചിന്തിപ്പിക്കുന്ന എത്ര കൊച്ചു കഥകൾ ബദറുമായി ബന്ധപ്പെട്ട് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, സ്വഹീഹായ ചരിത്രങ്ങൾ തന്നെ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരുമൊക്കെ ഈ ബദർ ദിനത്തിൽ ഒന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുക. അസ്മാഉൽ ബദർ എന്ന് പറഞ്ഞാൽ എന്താ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ല. സയ്യിദുനാ അബൂബക്കറുൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തന്നെ ചൊല്ലി നല്ല ആദരവോടെ വുളൂഓടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ പേര് പറയുമ്പോൾ അവരുടെ ആ മഹത്വമൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും ഹജ്ജ് ഗ്രൂപ്പുകളിലൊക്കെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? എന്താണ് അവരുടെ പേര് പറയുന്നതിലുള്ള മഹത്വം? ഇതൊക്കെ വിലയിരുത്തി കൊണ്ടുള്ള ഒരു ബദർ അസ്മാഉൽ ബദർ ചൊല്ല.
അത് വുളുവോടുകൂടെ വളരെ സാവധാനത്തിൽ ഓരോ പേരുകളും ബഹുമാനത്തോടെ ചൊല്ലി, നല്ല സ്ഥലത്തിരുന്ന് ചൊല്ലി, അങ്ങനെ അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുക. ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളിൽ ബഹുമാനപ്പെട്ട മലായിക്കത്തുണ്ട് അലൈഹിമുസ്സലാത്തു വസ്സലാം. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം ബദരീങ്ങളിൽപ്പെട്ടവരാണ്. അങ്ങനെ എത്ര നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞ 1000-ഓളം മലക്കുകൾ, അതുമല്ല എത്രയോ മലക്കുകളെ പിന്നെയും ഇറക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ആരാണ്? ബദരീങ്ങളാണ്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അത്തരം ബദരീങ്ങളുടെ പേര് പറഞ്ഞ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിൽ വലിയ ബറക്കത്തുണ്ടാകും, ദുആ സ്വീകരിക്കാൻ അത് കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ ബറക്കത്തുകൊണ്ട് മഹാന്മാരായ സാദാത്തുന അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒന്നാമത്തെ ബദരി. ആ നബി തങ്ങളുടെ ബറക്കത്തുകൊണ്ടും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു അവരുടെ ബറക്കത്തുകൊണ്ടുമൊക്കെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരട്ടെ, നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. യുദ്ധങ്ങളും മറ്റെല്ലാ പ്രതിസന്ധികളും അള്ളാഹു തആല ഖൈറായ രീതിയിൽ പരിഹരിച്ചു തരട്ടെ. ശത്രുക്കളെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും അതുപോലെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ആശിക്കുന്ന സയനിസ്റ്റുകളെയും ഒക്കെ അള്ളാഹു തആല നശിപ്പിച്ച് കളയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേക കുദറത്തുകൊണ്ട് നമുക്ക് അവൻ്റെ അത്ഭുതങ്ങൾ കാണിച്ചു തന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു ഖൈറായ പരിഹാരം നൽകട്ടെ. നമ്മുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചിട്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ അള്ളാഹു തആല സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.